തല പെരുക്കണ് ഒന്ന് കെടുക്കട്ടെ വെച്ച് മുഖം കൈ ആ തിണ്ണമ്മ കിടന്ന് തൊട്ടടുത്ത വീട്ടിലെ ആളെ കയറി കൊല്ലുക, ഒരു പേടിയില്ല. കാരണം ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ അടി ഇതുപോലെ അല്ല. ഇപ്പൊ വിഷമിക്കുന്നവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോവും. സ്വന്തം അച്ഛനും അമ്മയ്ക്കുമാണ് നഷ്ടം. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ പല പ്രതീക്ഷകളോടെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയെ ഒരു ചെറിയ കാര്യത്തിന്, പണ്ടൊക്കെ കുട്ടികൾ തമ്മിൽ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ചെറിയ അള്ളലും മാന്തലും മുറിവുകളും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ദേഷ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടിവളയും അല്ലെങ്കിൽ നഞ്ചകം ഒക്കെ ഉപയോഗിച്ച് കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ 10ലൊക്കെ പഠിക്കുമ്പോൾ അടിയൊക്കെ ഉണ്ടാവാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അള്ളുവോ മാന്തുവോ അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊന്നുമല്ല ഇന്ന് നടക്കുന്നത്. ഇത് ജെൻസിയുടെ കാലമാണ്. പണ്ടത്തെ 20-25 വയസ്സുള്ള ആളുകൾ ചിന്തിക്കുന്നതാണ് ഇപ്പോഴത്തെ 10-15 വയസ്സുള്ള കുട്ടികൾ ചിന്തിക്കുന്ന രീതി എന്നാണ്. പണ്ടത്തെ കുട്ടികൾക്ക് 10ൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊല്ലുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെയുള്ള രീതിയിലൊരു തോട്ട് പ്രോസസ് ഉണ്ട്. ഇന്ന് ആ കുട്ടിയെ കൊല്ലുന്നതിന് മുമ്പ് ഒരു പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ അവനെ കൊല്ലും, അവനെ കൊന്നാലും എനിക്കൊന്നും പറ്റില്ല, നമ്മൾ കുട്ടികളാണ്, അല്ലെങ്കിൽ നമ്മൾ കൂട്ടമായിട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേസ് ആവില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഈ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ചിന്തിക്കുന്നത്. 2 സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നു. അപ്പം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്ത പരിപാടിക്ക് വേറെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ കൂകി എന്നുള്ളതാണ് പ്രശ്നം. കൂകി എന്നുള്ള പ്രശ്നത്തിൽ നിന്നാണ് ഒരു കുട്ടിയെ കൊല്ലത്തക്ക രീതിയിലുള്ള ചിന്ത അവർക്കുണ്ടായത്. കുട്ടികളാണ്, അവരുടെ പേര് പോലും പുറത്തു പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ അവർക്കും അറിയാം, ഇത് തന്നെ അവർ പറയുന്നുമുണ്ട്. നമുക്കെതിരെ കേസൊന്നും ഉണ്ടാവത്തില്ല, എല്ലാവരുടെ കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു കൂട്ടാക്രമണമായിട്ടേ കരുതുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളുമാണ് ഈ കുട്ടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിക്രൂരമായി പോയി. ഈ വീഡിയോയിൽ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഷഹബാസിനെ വിദ്യാർത്ഥികൾ കൊലപ്പെടുത്തിയത് ഗൂഢാലോചനയ്ക്ക് ശേഷം. കൊലപാതകം ആസൂത്രണം ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി. കൂട്ടത്തല്ലിൽ മരിച്ചാൽ കുഴപ്പമില്ല എന്ന് സംഘത്തലവൻ ആഹ്വാനം ചെയ്യുന്ന ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും പുറത്തുവന്നു. ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഇൻസ്റ്റയിൽ ഗ്രൂപ്പുണ്ടാക്കി. നെഞ്ചക്കെന്ന ആയുധം ഉപയോഗിച്ചെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. കൊല്ലുന്നതടക്കം ഞെട്ടിക്കുന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നു. ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. പരിക്ക് ഗുരുതരമാണെന്നറിഞ്ഞതിന് പിന്നാലെ അക്രമി സംഘത്തിൽപ്പെട്ട വിദ്യാർത്ഥി ഷഹബാസിന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. അതും തെളിവായി. ഒഴിവാക്കി പോകുമ്പോ ഇനി പിന്നെയും വന്നതാ. പിന്നെ ഒന്നേത്തെ പ്രശ്നം ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഇപ്പൊ നിങ്ങൾ എം ജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി, എല്ലാവരും കൂടി എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടതല്ലായി. നിങ്ങൾ കേട്ടല്ലോ, പക്ക പ്ലാനിങ്ങോടെ ചെയ്തതാണ്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഇതിൻ്റെ പരിധിയിൽ വരുന്ന ഏജ് കുറയ്ക്കണമെന്നുള്ളത്. ഇപ്പോഴത്തെ 10 വയസ്സുള്ള പിള്ളേരുടെ ബുദ്ധി എന്ന് പറയുന്നത് പണ്ടത്തെ 30-35 വയസ്സുള്ള ആളുകളുടെയാണ്. അവർക്ക് അത്രത്തോളം വിവരമുണ്ട്, അവർക്ക് കാര്യങ്ങളെപ്പറ്റി അത്രത്തോളം ധാരണയുണ്ട്. പക്ഷെ ബോധം എന്ന് പറയുന്ന സാധനമില്ല. അതുകൊണ്ടാണ് ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് വന്നാൽ കേസാവില്ല, ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ അവർക്കറിയാം. പക്ഷെ മാനുഷിക പരിഗണന, മനുഷ്യ സ്നേഹം, ഇതൊന്നും അവർക്കില്ല. അതുകൊണ്ട് പണ്ട് 1980-ലും 90-ലും ഉണ്ടായിരിക്കുന്ന നിയമം ഇപ്പം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? പണ്ടത്തെ കാലഘട്ടമാണോ ഇപ്പോഴത്തെ കാലഘട്ടം? പണ്ടത്തെ കുട്ടികൾ ചിന്തിക്കുന്ന പോലെയാണോ ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിക്കുന്നത്? പണ്ട് 10-13 വയസ്സുള്ള ഏതെങ്കിലും കുട്ടി അച്ഛനാവോ? ഇന്നത്തെ കാലത്ത് അത് നടക്കുന്നുണ്ട്. അപ്പം പണ്ടത്തെ കാലഘട്ടം അല്ല ഇപ്പം, പണ്ടത്തെ ചിന്താഗതി അല്ല ഇപ്പം. 10 വയസ്സുള്ള കുട്ടികൾക്ക് വരെ എല്ലാം അറിയാം. അപ്പോൾ എങ്ങനെ പണ്ടത്തെ നിയമം എങ്ങനെ ഇപ്പം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും? കുട്ടികൾക്ക് അത്രത്തോളം അറിവുണ്ട്, ബോധമില്ലെങ്കിലും. അപ്പം പണ്ടത്തെ കുട്ടികളല്ല ഇപ്പോഴത്തെ കുട്ടികൾ. 1980-ലെ നിയമം ഇപ്പോഴും നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് കാര്യമില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും കുട്ടികളാണ് ചെയ്യുന്നത്. 23 വയസ്സുള്ള ഒരു പയ്യനാണ് വീട്ടുകാരെ മൊത്തം കൊന്നു കളഞ്ഞത്. സ്വന്തം മാതാവിൻ്റെയും സ്വന്തം അനിയൻ്റെയും മുഖത്ത് നോക്കി ചുറ്റിയൊക്കെ അടിച്ച് കൊല്ലാൻ കഴിയുന്ന ഒരു 23 വയസ്സുള്ള പയ്യൻ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്ക്. അത്രത്തോളം മോശമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾ ചെയ്ത തെറ്റാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരളം നാശത്തിൽ നിന്ന് നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കണം. അതിന് ഓരോരുത്തരും ഇറങ്ങി പുറപ്പെടേണ്ടി വരും.
ഓരോരുത്തരും അവരുടെ ചിന്താഗതി മാറ്റേണ്ടതായിട്ട് വരും. ഈ മരിച്ച ഷഹബാസിന്റെ അമ്മാവൻ പറയുന്നുണ്ട്, കുട്ടികൾ മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, കുട്ടികളുടെ പുറകിൽ കുറച്ച് കൈകൾ കൂടി ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഇൻസ്റ്റഗ്രാം ചാറ്റിന്റെ വാൾപേപ്പർ കൊറിയൻ വെബ് സീരീസ് ആയ സ്ക്വിഡ് ഗെയിം ഡോളിന്റെ ചിത്രമാണ്. അക്രമി സംഘത്തിൽ മുതിർന്നവരുമുണ്ടെന്ന് ഷഹബാസിന്റെ അമ്മാവൻ പറയുന്നു. കാരണം ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ അടി ഇതുപോലെ അല്ല. ഇപ്പോൾ വലിയ ആളുകളും വലിയ മാരകമായുള്ള ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു മർദ്ദനമാണ് ഉണ്ടായതെന്നും ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. CCTVയിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികളല്ലാതെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം സംഘത്തിലെ വിദ്യാർത്ഥികളല്ലാത്തവരെ കുറിച്ച് ഇതുവരെ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. ഇത് പക്ക പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട മുതിർന്നവർ അവരോട് ചേർന്നുകൊണ്ട് ഒരു കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും, നമ്മുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട് മയക്കുമരുന്നിന്റെ പിടിയിലാണ്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മയക്കുമരുന്നിന്റെ കൈയുണ്ട്. സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന പോലെയോ പ്രവർത്തിക്കുന്ന പോലെയോ അല്ല ഇപ്പോഴത്തെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ചിന്തിക്കുന്നത്. ഓരോ സംഭവം എടുത്തു നോക്ക്. ഒരു വീട്ടിലുള്ള 5 പേരെ കൊല്ലാൻ എങ്ങനെ സാധിക്കും? തൊട്ടടുത്ത വീട്ടിലെ ആളെ കയറി കൊല്ലുക, ഒരു പേടിയില്ല. ജയിലിൽ കിടന്ന ആൾ പുറത്തു വന്നിട്ട് 2 കുട്ടികളെയാണ് അനാഥരാക്കിയിരിക്കുന്നത്. ആദ്യമേ മാതാവിനെ കൊന്നിട്ട് തിരിച്ചു വന്നിട്ട് പിതാവിനെയും പിതാവിൻ്റെ അമ്മയും കൊന്ന് 2 പെൺകുട്ടികളെ അനാഥരാക്കി. അപ്പം ജയിലിൽ കിടന്നിട്ടും അവന് ഒരു പേടിയും ഭയവും ഇല്ല. വീണ്ടും ഞാൻ കൊല്ലും എന്നുള്ളതാണ് മെന്റാലിറ്റി. നമ്മുടെ നാട് മൊത്തം മയക്കുമരുന്നിന്റെ ഭീഷണിയിലാണ്. മയക്കുമരുന്നിനെതിരെ എത്രയും പെട്ടെന്ന് കർശന നടപടികൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എസ്പെഷ്യലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ കണ്ടുപിടിച്ച് അതിന് കർശനമായ നടപടിയെടുക്കണം. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യുവത്വമാണ് പാഴായി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറയണമെന്ന് അറിയത്തില്ലടി, അത്രയും മോശമാണ് അവസ്ഥ. ഷഹബാസിനെ അറിയാവുന്ന കുറച്ച് ആളുകൾ ഷഹബാസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടെ കേട്ട് നമുക്ക് തിരിച്ചു വരാം. തല പെരുക്കുന്ന ഒന്ന് കെടുക്കട്ടെ വെച്ച് മുഖം കൈ ആ തിണ്ണമ്മ കിടന്ന് കുറേ വിളിച്ചു നോക്കി, ഒന്നും പറയുന്നൊന്നുമില്ല. അവനെ കൂടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ തല്ല് കിട്ടി അവനെ തമാശ രീതിയിലാണ് പറഞ്ഞത്. അവനെ വിളിച്ചിട്ട് അവനെ എണീക്കുന്നുമില്ല. അപ്പോൾ വെള്ളമാണോ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നത്തിലാണ് ഷഹബാസ് പോയതെന്ന് വിശ്വസിക്കാൻ ആർക്കും പറ്റുന്നില്ല. 2.5 കൊല്ലമായിട്ട് ഇവിടെ വന്നപ്പോൾ മുതൽ എൻ്റെ ഒക്കെ ബേക്ക് എൻ്റെ പേര് തന്നെയാണ് അധികം ഉണ്ടാവല്. ഞാൻ മുമ്പ് കേട്ടിലൊക്കെ പോകുമ്പോൾ എൻ്റെ പേര് ഉണ്ടാവേണ്ടതിനു എപ്പോഴും കളിക്കാൻ പോവുകയാണെങ്കിലൊക്കെ ഞങ്ങളെ പേരോ പോയിട്ട് ഞങ്ങളാരും കേട്ടിട്ട് തന്നെയല്ല ഇങ്ങനെ തല്ലിനൊക്കെ പോകേണ്ടത്. ആരുടെയും നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയാണ് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ വീട്ടിൽ. ഷഹബാസിന് 3 അനുജന്മാർ കൂടിയുണ്ട്. അച്ഛനും അമ്മയും 4 മക്കളും അടങ്ങുന്ന കുടുംബം ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കൂലിപ്പണിക്കാരനായ ഷഹബാസിന്റെ പിതാവ് ഇക്ബാലിന്റെ മുന്നോട്ടുള്ള വെളിച്ചമാണ് കെട്ടുപോയത്. എന്നെ വിളിച്ചിനു. അപ്പോൾ ഞാൻ പറഞ്ഞ് തല്ലിന് പോണ്ടെന്നൊക്കെ പറഞ്ഞു. എത്തിനേൽ തല്ല് ഉണ്ടാവില്ലേയും. 2 ആളും എൻ്റെ ചങ്ങായിമാരാണ്, അടുത്തടുത്ത ചങ്ങായിമാരാണ്. ഷഹബാസിന്റെ മൃതദേഹം തറവാട്ട് വീട്ടിലും കെടവൂർ മദ്രസയിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകുന്നേരത്തോടെ കെടവൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കും. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നമാണ് ഈ വീട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഈ വീട് പണിതീരാതെ ഇട്ടിരിക്കുന്നത്. പഠിച്ച് ജോലി വാങ്ങി അച്ഛന് താങ്ങാവുക എന്നതായിരുന്നു അവന്റെ വലിയ ആഗ്രഹം. ആ സ്വപ്നവും ബാക്കിയാക്കി ഈ വീട്ടിൽ കയറാതെയാണ് ഷഹബാസിന്റെ മടക്കം. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്, വാടക വീട്ടിൽ താമസിച്ചിരുന്നതാണ്. അവന്റെ അപ്പനും അമ്മയ്ക്കാണ് നഷ്ടം, വേറെ ആർക്ക് എന്ത് നഷ്ടം? ഇപ്പൊ വിഷമിക്കുന്നവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോവും. സ്വന്തം അച്ഛനും അമ്മയ്ക്കുമാണ് നഷ്ടം. ഇത്രയും കാലം 10-15 വർഷം ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി അവർ പല സ്വപ്നങ്ങളും കണ്ട് മുന്നോട്ട് വന്നതാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല, അതും പാതി പണി നടന്നു കിടക്കുകയാണ്. അവർ പല സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ട്. ആ സ്വപ്നം മൊത്തമാണ് തകർന്നിരിക്കുന്നത്. നെഞ്ചക്കും ഇടിവളയും ഒക്കെ കൊണ്ട് ഇടിച്ച് തകർത്തിരിക്കുകയാണ് സ്വപ്നങ്ങൾ. സ്നേഹിച്ചും കളിച്ചും മുന്നോട്ട് കൊണ്ട പ്രായം വെറും 15 വയസ്സ്. ആ പ്രായത്തിൽ നഞ്ചക്കും ഇടിവളയും കൊണ്ടാണ് ഇവരൊക്കെ നടക്കുന്നത്. ഏത് സമയം ആരുടെ ജീവനും നഷ്ടപ്പെട്ടേക്കാം. എല്ലാവരുടെ ജീവനും ഭീഷണിയിലാണ്. ഇപ്പം നമുക്ക് നമ്മളെക്കാളും പ്രായം കുറഞ്ഞൊരു കുട്ടിയെ അല്ലെങ്കിൽ 15 വയസ്സുള്ള ഒരു കുട്ടിയെ തിരുത്താൻ പറ്റത്തില്ല. മോനെ നീ മദ്യം ഉപയോഗിക്കരുത്, മോനെ നീ സിഗരറ്റ് വലിക്കരുത് എന്ന് പറയാൻ പറ്റത്തില്ല. അവൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് നമ്മുടെ പള്ളക്ക് കയറ്റുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം ജീവനിൽ ഓരോരുത്തർക്കും പേടി ഉണ്ടാവില്ലടി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. ഒരു കുട്ടിയോട് ഒന്നും പറയാൻ പറ്റത്തില്ല, എല്ലാവർക്കും പേടിയാണ്. അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയുടെ എന്ത് പറയണമെന്നറിയത്തില്ല. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നതുവരെ ഗുഡ്.